എല്ലാവർക്കും നമസ്കാരം. ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് വടക്കൻ മലബാറിലെ ഏറ്റവും മികച്ച വൃക്കരോഗ വിദഗ്ധർ രോഗികളും അവരുടെ കുടുംബാംഗങ്ങളുമായി നടത്തുന്ന ഈ ഒരു ഓൺലൈൻ സംഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 17% വൃക്കയുമായി ബന്ധപ്പെട്ട അസുഖമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വൃക്കയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ഈ ഒരു വൃക്ക ദിനമായി, ലോക വൃക്ക ദിനമായി ആചരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ദിവസം മിംസ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. കാരണം ഇവിടെ ഇതിനോടകം തന്നെ ചികിത്സ നേടി ചികിത്സയിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുമായിട്ടുള്ള ഒരു സംഘവുമാണ് ഈ ഒരു ഓൺലൈനിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ പങ്കെടുക്കുന്ന വിദഗ്ധരായ ഡോക്ടർമാരെയും ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും ഈ ഒരു ചടങ്ങിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ ഒഫീഷ്യലായി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. AGM ഓപ്പറേഷൻസ് മിസ്റ്റർ വിപിൻ ജോർജ്, അദ്ദേഹത്തെ സഹർഷം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സർ. Good afternoon. Good afternoon. ഇന്ന് മാർച്ച് 11 വേൾഡ് കിഡ്നി ഡേ, ലോക വൃക്ക ദിനം. ആസ്റ്റർ മിംസിൽ ചികിത്സ ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെയും ഡോക്ടേഴ്സിൻ്റെയും ഒരു മീറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യമായി ഈ മീറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗെറ്റ് ടുഗെദർ പോലെ പ്ലാൻ ചെയ്തൊരു മീറ്റിംഗ് ആയിരുന്നു ഇത്. ബട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കെടുത്ത് നമുക്കിതൊരു സൂം മീറ്റിംഗ് ആക്കി മാറ്റേണ്ടി വന്നു. ബട്ട് ദെൻ ഇതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പേഷ്യൻസ്, അവരുടെ റിലേറ്റീവ്സ്, ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽ എല്ലാവരെയും കൂടെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസസും കൺസേൺസും ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കുക എന്നുള്ളതാണ് ഈ മീറ്റിങ്ങിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആൻഡ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബിജോയ് ആന്റണി. സർ, വെൽക്കം ടു ദ പ്രോഗ്രാം. നെക്സ്റ്റ്, നമ്മുടെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലെ കൺസൾട്ടന്റ് ഡോക്ടർ പ്രദീപ്. സർ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആൻഡ് നമ്മുടെ കൺസൾട്ടന്റ് ഇൻ നെഫ്രോളജി ഡോക്ടർ സാരൻ. സർ, വെൽക്കം ടു യു ടു. വി ഹോപ്പ് ദാറ്റ് ഈ ഒരു മീറ്റിംഗ് എല്ലാവർക്കും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻസ് ചെയ്യാനും അവരുടെ എക്സ്പീരിയൻസസ് ആൻഡ് കൺസേൺസ് ഷെയർ ചെയ്യാനുള്ളൊരു നല്ലൊരു പ്ലാറ്റ്ഫോമായി മാറും എന്നുള്ളത്. സോ വിത്ത് ദിസ് വിഷ് ഐ വെൽക്കം യു ഓൾ, ഇൻക്ലൂഡിങ് ഓൾ ദോസ് പീപ്പിൾ. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ സൂം മീറ്റിംഗിൽ പല ലൊക്കേഷൻസിൽ നിന്നും അവരുടേതായിട്ടുള്ള സമയം മാറ്റിവെച്ച് എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ള വന്നതായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു വെൽക്കം പറയുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം യു ഓൾ. താങ്ക് യു സോ മച്ച് AGM ഓപ്പറേഷൻസ് മിസ്റ്റർ വിപിൻ ജോർജ്. ഇനി അടുത്തതായിട്ട് പ്രസിഡൻഷ്യൽ അഡ്രസ്സുമായി നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ്. കാരണം ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അശരണനായ ഒരുപാട് രോഗികൾക്ക് കൈത്താങ്ങായ ഒരു വ്യക്തിയാണ്. ഏത് പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു സുഹൃത്തെന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു കൂടപ്പിറപ്പെന്ന രീതിയിൽ ചെയ്തു നൽകുന്ന അത്രയും ഒരു സന്മനസ്സിന്റെ ഉടമ കൂടിയായ ഒരു വ്യക്തിത്വത്തെയാണ് ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ സ്വാഗതം ചെയ്യുന്നത്. ഡോക്ടർ ബിജോയ് ആന്റണി, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് നെഫ്രോളജി ആൻഡ് ഓൾസോ സീനിയർ കൺസൾട്ടന്റ്. അദ്ദേഹമാണ് ഇതിൽ ചടങ്ങിൽ അധ്യക്ഷ ഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തെ സാക്ഷ്യം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു സർ. താങ്ക് യു. ഇന്ന് നമ്മുടെ ലോക വൃക്ക ദിനമാണ്.
വർഷവും മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ഈ വൃക്കദിനം നമ്മൾ ആചരിക്കുന്നത്. അത് ഈ വൃക്കരോഗങ്ങളെ കുറിച്ചും അതിൻ്റെ വൃക്കകളെ കുറിച്ച്, അതിനുണ്ടാകുന്ന രോഗങ്ങൾ, അതിൻ്റെ ചികിത്സാ രീതികൾ, അങ്ങനെ ഇതിനെല്ലാം പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനാണ് ഈ വൃക്കദിനം നമ്മൾ ആചരിക്കുന്നത്. ഇന്ന് ഈ വൃക്കദിനത്തിൽ നമ്മൾ ഇവിടെ ഒരുപാട് രോഗികൾ ഡയാലിസിനായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഡയാലിസിസ് കൊണ്ട് തുടങ്ങിയിട്ട് ഇപ്പം ഓൾറെഡി ഓൾമോസ്റ്റ് 25,000 ഡയാലിസിസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇത്രയും 2 വർഷം കൊണ്ട്. അന്നേരം ഇത്രയും ഇവിടെ രോഗികളൊക്കെ വരുമ്പോൾ അവർക്ക് അവരുടെ പ്രശ്നങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നമ്മളുമായിട്ടൊന്ന് സംസാരിക്കാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഈ മീറ്റിംഗ് വെച്ചത്. അന്നേരം നമ്മൾ വൃക്കരോഗങ്ങളെ കുറിച്ചൊക്കെ അവരുടെ സംശയങ്ങളോ ആ രീതിയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അത് ഉടനെ അതിനുവേണ്ടി ആണ് ഇന്നത്തെ ഈ മീറ്റിംഗ് നടത്തുന്നത്. Thank you so much, Dr. Bijay Anthony, Head of the Department of Nephrology and also Senior Consultant. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു മീറ്റിംഗിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് കൺസൾട്ടന്റ് ഇൻ നെഫ്രോളജി ഡോക്ടർ പ്രദീപ് ബി ആർ ആണ്. അദ്ദേഹത്തെ സഹർഷം ക്ഷണിക്കുകയാണ്. അദ്ദേഹം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ദീർഘകാലത്തെ സർവീസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആസ്റ്റർ മിംസിന്റെ ഒരു ഭാഗമായി ഇവിടെ എത്തിച്ചേരുന്നത്. മാത്രമല്ല നിരവധി ഹോസ്പിറ്റൽസിൽ അദ്ദേഹത്തിന്റെ സേവനം ലഭ്യമായിരുന്നു. അദ്ദേഹത്തെ ഞാൻ സഹർഷം ക്ഷണിക്കുകയാണ്. സ്വാഗതം ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തമ്മിലൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ മിക്കവാറും എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരും. അപ്പോൾ ഞങ്ങൾ നെഫ്രോളജിസ്റ്റുകളും നിങ്ങളും ഒരേ കമ്മ്യൂണിറ്റിയുടെ 2 ഭാഗങ്ങളാണ്. രോഗികളെന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം വൃക്കരോഗമുള്ള വ്യക്തികൾ, ആ രീതിയിലാണ് എനിക്ക് പറയാൻ ഇഷ്ടം തോന്നുന്നത്. വൃക്കരോഗമുള്ള വ്യക്തികളും അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന നെഫ്രോളജിസ്റ്റായ മുന്നിൽ. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന മിക്ക ആൾക്കാരും ഗുരുതരാവസ്ഥയിൽ അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകളോടെ ഇവിടെ അഡ്മിറ്റ് ആവുകയും ഇവിടുന്ന് ഡയാലിസിസ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരായിരിക്കും. ആ സമയത്ത് പലരുടെയും ഒരു മനോനില വളരെ വളരെ സങ്കടകരമായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടുകളും ആകാംക്ഷകളും പ്രയാസങ്ങളൊക്കെ ആയിട്ടായിരുന്നു നമ്മുടെ മിക്കവാറും എല്ലാവരും ഇവിടെ ഡയാലിസിസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് സന്തോഷത്തോടെ കാണാൻ പറ്റുന്നത് നമ്മുടെ ഡയാലിസിസ് യൂണിറ്റിൽ വരുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും വളരെ സന്തോഷത്തോടെയും അവരവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായി നടത്താനുള്ള ശേഷിയോടെയും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നെഫ്രോളജിസ്റ്റ് എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ സന്തോഷവും ആരോഗ്യവും എന്നും നിലനിൽക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ ഭാവുകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളിൽ നിന്നുള്ള സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ദൂരീകരിക്കാൻ ഞങ്ങളിവിടെ റെഡിയായിരിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഡോക്ടർ പ്രദീപ് ബി ആർ. അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ദ യങ് എന്തൂസിയാസ്റ്റിക് ആൻഡ് സ്മാർട്ട് ഡോക്ടർ ഇൻ ആസ്റ്റർ മിംസ്. അദ്ദേഹത്തെയാണ് ഞാൻ ക്ഷണിക്കുന്നത്. കൺസൾട്ടന്റ് ഓഫ് നെഫ്രോളജി ഡോക്ടർ സാരൻ വിജയൻ. അദ്ദേഹത്തെ സഹർഷം ക്ഷണിക്കുകയാണ് നിങ്ങളോട് സംവദിക്കുന്നതിനായി. വെൽക്കം സർ. നമസ്കാരം. ഇന്ന് ലോക വൃക്ക ദിനം. എന്തുകൊണ്ടെങ്കിലും ഒരു ദിനം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനുള്ള ഏറ്റവും വലിയ ഉത്തരം ഈ പറഞ്ഞതുപോലെ വർദ്ധിച്ചു വരുന്ന വൃക്ക രോഗങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും അടുത്ത കണക്കനുസരിച്ച് 15% കൂടുതൽ പേർക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വൃക്ക തകരാറുകൾ അനുഭവപ്പെടുന്നുണ്ട്. സോ ഈ തവണത്തെ വേൾഡ് കിഡ്നി ഡേ തീം എന്നത് ലിവിങ് വെൽ വിത്ത് കിഡ്നി ഡിസീസ്. വൃക്ക രോഗത്തോടൊപ്പം വൃക്കത്തോടു കൂടി തന്നെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തോടു എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതാണ് ഈ വർഷത്തെ ഒരു പ്രൈം തീമായി നമ്മൾ കണക്കാക്കുന്നത്. അതിനുള്ള ഇന്ന് എനിക്ക് നിങ്ങൾ ഈ വൃക്ക രോഗങ്ങളോട് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇന്ന് ഞങ്ങളുടേതായിട്ടുള്ള രോഗികൾ ഇവിടെ ഉള്ളപ്പോൾ ഒരു മെഡിക്കൽ ഭാഗം ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് അറിയുവാനുള്ളത് നിങ്ങളിൽ നിന്നും ഒരു വൃക്ക രോഗം ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അനുഭവപ്പെടുന്ന മാനസിക സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും അതിനെ എങ്ങനെ കോപ്പപ്പ് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ പല സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ റോൾസ് നമുക്ക് പലപ്പോഴും ഇത്തരം രോഗികൾക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയാതെ വരും. ഇത്തരം ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും
അതിൽ നിന്ന് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത്. സോ ഈ ദിവസം നിങ്ങളുടേതാണ്. യു ആർ ദ റിയൽ ഫൈറ്റേഴ്സ് ഓഫ് കിഡ്നി ഡിസീസ്. അവരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അറിയാനും ഭാവിയിൽ ഞങ്ങളുടെ ചികിത്സയിലുള്ള മാറ്റങ്ങൾ വരുത്താനുമാണ് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഡോക്ടർ സാരംഗ് വിജയൻ. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വർഷത്തെ 2021 കിഡ്നി ഡേ വേൾഡ് കിഡ്നി ഡേ തീം എന്ന് പറയുന്നത് ലിവിങ് വെൽ വിത്ത് കിഡ്നി ഡിസീസ് എന്നതാണ്. നമുക്കറിയാം ഇന്ന് ആസ്ട്ര മിംസിനെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഒരു 150ഓളം പേഷ്യൻസ് ആണ് ഇവിടെ ഡയാലിസിസ് ചെയ്യാനായി എത്തുന്നത്. മാസത്തിലെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പെർ മന്ത് ഏകദേശം 1500ഓളം വരുന്ന പേഷ്യൻസ് ഓരോ മാസവും ഇവിടെ ഡയാലിസിസിനായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇവിടെ എല്ലാ തരത്തിലുള്ള ആധുനിക സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടാണ് ആസ്ട്ര മിംസ് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ഒരു അവസരത്തിൽ എന്താണ് രോഗികൾക്ക് നമ്മുടെ ഡോക്ടേഴ്സിനോട് സംസാരിക്കാനുള്ള, അവരുടെ പ്രസന്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള കുറച്ച് സമയം മാറ്റി വെക്കുകയാണ്. സോ നമുക്ക് പേഷ്യൻസുമായിട്ട് ഒരു ചെറിയ ഇന്ററാക്ഷൻസിലേക്ക് കടക്കാം. അതിന് ഡോക്ടേഴ്സും റെഡിയാണെന്ന് വിചാരിക്കുന്നു. യെസ്, വി ആർ മൂവിങ് ഓൺ. ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ ധനീഷ് കെ പി. ഓൺലൈനിൽ ഉണ്ടെങ്കിൽ മിസ്റ്റർ ധനീഷ് കെ പി, താങ്കളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം. മിസ്റ്റർ ധനീഷ് കെ പി, താങ്കൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. Ganesh KP, are you available? Okay. അടുത്തത് മിസ്റ്റർ ഷമീൽ കെ കെ ക്ഷണിക്കുകയാണ്. ഒന്ന് നിങ്ങളുടെ മൈക്ക് സംസാരിക്കുന്ന ആൾക്കാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ജോസ് മേരി ദാസ്, താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? യെസ്. നമസ്കാരം സർ. എന്താണ് നിങ്ങൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സിനോട് സംസാരിക്കാനുള്ളത്? ഞാൻ ഒരു 6 മാസത്തോളമായി ഡയാലിസിസ് പേഷ്യന്റ് ആണ് ആസ്ട്ര മിംസ് കണ്ണൂരില്. എനിക്ക് കാര്യമായ പ്രോബ്ലം ഒന്നും ഇല്ലാതെ പോകുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് ബോഡി വെയിറ്റ് കൂടി വരുന്നുണ്ട്. ഫ്ലൂയിഡിനേക്കാൾ ഫ്ലൂയിഡ് കഴിക്കാതിരുന്നിട്ട് കൂടി, വെള്ളം കുടിക്കാതിരുന്നിട്ട് കൂടി കുറച്ച് വെയിറ്റ് ക്രമേണ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം. രണ്ടാമത്തെ മറ്റൊരു സംശയം, നമുക്ക് ഇപ്പോൾ കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ പറ്റുമോ ഈ ഡയാലിസിസ് പേഷ്യൻസിന്? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. പിന്നെ വേറൊരു സജഷനായിട്ട് പറയാനുള്ളത്, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് ഒരു റിഫ്രഷ്മെന്റ്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരുന്നു. കുറച്ച് ആൾക്കാർ കൊണ്ടുവന്ന് ഒരു ചായ, ഒരു കടി കഴിക്കുന്നുണ്ട്. ചില ആൾക്കാർ ക്യാൻറ്റീനിൽ നിന്ന് ബൈസ്റ്റാൻഡേഴ്സിനെ കൊണ്ട് മേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു പല ഹോസ്പിറ്റലുകളിലും അവർക്ക് റിഫ്രഷ്മെന്റ് ക്യാൻറ്റീനിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതുകൂടെ അതിനുള്ള ചാർജ് കൂടെ നമ്മുടെ ഡയാലിസിസിനകത്ത് അതിന്റെ ചാർജിനകത്ത് ഉൾപ്പെടുത്തിയാൽ ആർക്കും ഒരു ലോസ് ഇല്ലാതെ പോവുകയും ചെയ്യും. അപ്പൊ അത് ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാതെ വരുന്ന പേഷ്യൻസിനാണെങ്കിൽ അതൊരു വലിയ സഹായമായിരിക്കും എന്നുള്ളൊരു സജഷൻ ഉണ്ട്. അത് പറ്റുമെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാൻ, ഇല്ലെങ്കിൽ വിടുക. താങ്ക് യു സോ മച്ച് ജോസ് മേരിദാസ് സർ. താങ്കളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഞങ്ങളോട് രേഖപ്പെടുത്തിയിട്ട് അതിനുള്ള മറുപടി പറയുന്നതിനായിട്ട് ബഹുമാനായ ഡോക്ടർ ബിജോയ് ആന്റണിയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിനുള്ള മറുപടി എന്ന രീതിയിൽ. താങ്ക് യു. അത് ആദ്യത്തെ ചോദ്യം പറയാം. ഈ വെള്ളം അധികം കുടിക്കുന്നില്ലെങ്കിലും വെയിറ്റ് കൂടി വരുന്നത്, അത് വെള്ളം കുടിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ നമുക്ക് അറിയാൻ എളുപ്പമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡയാലിസിന് കഴിഞ്ഞിട്ട് പോകുമ്പോൾ 60 കിലോ ആണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഒരുപാട് കൂടുതൽ, ഒരു 63 കിലോ 64 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള വെയിറ്റ് ആണ്. അത് ഡയാലിസിസ് ചെയ്യുമ്പോഴത്തേന് അത് അത്രയും കുറയുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരുന്ന വെയിറ്റ് കൂടി വരുമ്പം ഈ ശരീരത്തിൽ വെള്ളം കൂടുന്നതുകൊണ്ടുള്ള വെയിറ്റ് നമുക്ക് ഡയാലിസിസ് ചെയ്യുമ്പോഴത്തേന് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഉള്ളത്, ഭക്ഷണം കൊണ്ട് മാത്രം ഉള്ളത്
നമ്മുടെ ശരീരം മൊത്തത്തിൽ നന്നാകുന്നത് കൊണ്ട് വരുന്ന വെയിറ്റ് ഗെയിൻ അതാണെങ്കിൽ നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ എല്ലാ പേഷ്യൻസിനും അവർ രോഗം ഉണ്ടായിരുന്ന അവസ്ഥയിൽ അവർക്ക് ഭക്ഷണം ഒന്നും ശരിക്കും കഴിക്കാനൊന്നും പറ്റിയല്ല. അത് കഴിഞ്ഞ് ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ വിശപ്പെല്ലാം നന്നായി വരും, അതുകൊണ്ട് കൂടുതൽ ഭക്ഷണം കഴിക്കും. അത് കഴിയുമ്പോൾ പതിയെ പതിയെ അവരുടെ വെയിറ്റ് കൂടി വരും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മറ്റേ ഒരുമിച്ച് വെള്ളം കുടിച്ചിട്ട് ഉണ്ടാക്കുന്ന വെയിറ്റ് ഗെയിൻ കുഴപ്പമുണ്ട്. ഒരു 2.5-3 കിലോയിൽ കൂടുതൽ 2 ഡയാലിസിനിടയ്ക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ശ്വാസം മുട്ടൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്രയും വെള്ളം കുടിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് കുറേശ്ശെ വെയിറ്റ് കൂടുന്നത് കൊണ്ട് കുഴപ്പമില്ല. സാധാരണ നമ്മളിങ്ങനെ പറയുന്നത് ഈ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ അവർക്ക് കൂടുതൽ കുഴപ്പം വരുന്ന അവർ മാൽന്യൂട്രീഷൻ കൊണ്ടാണ്. അവർക്ക് ഭക്ഷണം അവർക്ക് ന്യൂട്രീഷൻ മോശമാകുന്നത് കൊണ്ടാണ് അവർക്ക് കുഴപ്പങ്ങളൊക്കെ വരുന്നത്. കാരണം അവർ മാൽനറിഷ്ഡ് ആയി കഴിഞ്ഞാൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ആൽബുമിൻ ഇങ്ങനെ നമ്മുടെ ന്യൂട്രീഷൻ്റെ മാർക്കേഴ്സ് ആയിട്ടുള്ള ആൽബുമിൻ, കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറഞ്ഞവരാണ് ശരിക്കും കൂടുതൽ രോഗം വരുന്നത് ഈ ഡയാലിസിസ് പേഷ്യൻസിൽ, അല്ലാത്തതിലെ പോലെ അല്ല. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. വെള്ളം കുടിച്ച് വെയിറ്റ് കൂട്ടരുത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് തന്നെ മറ്റേ വാക്സിൻ്റെ കാര്യം. വാക്സിൻ ശരിക്കും ഈ കൊറോണ വാക്സിൻ ശരിക്കും ആർക്കാണ് എടുക്കേണ്ടത്? ഈ അസുഖം വന്നാൽ, നമുക്കൊരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് അപകട സാധ്യത ഒരുപാട് കൂടുതലുള്ളവർക്കാണ് വാക്സിൻ എടുക്കേണ്ടത്. എന്തിനാന്ന് വെച്ചാൽ ആ രോഗം വരാതിരിക്കാൻ. അന്നേരം നമുക്ക് കിഡ്നി ഡിസീസോ ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും വാക്സിൻ എടുക്കണം. കാരണം അവർക്ക് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് കൊറോണ ഇൻഫെക്ഷൻ വരുന്നത് പോലെ അല്ല ഇവർക്ക് വന്നാൽ. ഇവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവർ മോശമാകാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ കിഡ്നി രോഗമൊക്കെ ഉള്ളവർ വാക്സിൻ എടുക്കുകയാണ് വേണ്ടിയത്. സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തീർച്ചയായും നമ്മുടെ പരിഗണനയിൽ വെക്കുമെന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന്. തീർച്ചയായും മാനേജ്മെന്റ് ഡോക്ടർ. എന്താണ് ഇതിനെ കുറിച്ച് മിസ്റ്റർ വിപിൻ ജോർജ്? റിഫ്രഷ്മെന്റ്സിന്റെ സജഷൻ വളരെ വാലിഡ് ആണ്. നമുക്കത് ഷുവർലി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഷുവർലി വർക്ക്ഔട്ട് ചെയ്തിട്ട് അത് അറിയിക്കുന്നതാണ്. Thank you for the good മിസ്റ്റർ ജോസ് മേരിദാസ് അദ്ദേഹം പറഞ്ഞ ഒരു സജഷനും ഒപ്പം തന്നെ 2 സംശയങ്ങളും അദ്ദേഹത്തിന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. എന്ന് ആശംസിക്കുന്നു. ഇനി അടുത്തതായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ് മിസ്റ്റർ ജോസഫ് തോമസ്. താങ്കൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏത് ഡോക്ടറോടാണ് സംശയം ചോദിക്കാനുള്ളത് അദ്ദേഹത്തോട് ചോദിക്കാവുന്നതാണ്. മിസ്റ്റർ ജോസഫ് തോമസ്, താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ? ഹലോ നമസ്കാരം. മദറാണ് സംസാരിക്കുന്നത്. അതെ അല്ലെ, പറഞ്ഞോളൂ മാം. അപ്പൊ കോവിഡ് വാക്സിൻ അവിടുന്ന് തന്നെ അവിടെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് കോവിഡ് വാക്സിൻ അവിടുന്ന് തന്നെ തരാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവോ? അതിനുള്ള മറുപടി പറയുന്നതിനായി ഞാൻ മിസ്റ്റർ വിപിൻ ജോർജിനെ ക്ഷണിക്കുകയാണ്. പറഞ്ഞോളൂ സർ. മാഡം, നമ്മളിപ്പോ കോവിഡ് വാക്സിൻസിന്റെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ഒരു ഏജ് ക്രൈറ്റീരിയയും ഒരു ഡിസീസ് ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയക്കകത്ത് ഫിറ്റ് ആവുന്ന ആൾക്കാർക്ക് നമുക്ക് കോവിഡ് വാക്സിനേഷൻ കൊടുത്ത് തുടങ്ങാവുന്നതാണ്. നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ പതുക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ കോവിൻ ആപ്പിൽ കയറി നിങ്ങളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യുക. ബാക്കിയുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് എക്സാക്ട്ലി ഏത് ദിവസമാണ് വരേണ്ടതെന്നുള്ള ഒരു കൺഫേംഡ് അപ്പോയിന്റ്മെന്റ് അറിയിക്കുന്നതാണ്. ആ അപ്പോയിന്റഡ് ഡേയിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാക്സിൻ എടുക്കാവുന്നതാണ്. സാറേ, 45 വയസ്സിന് മുകളിലുള്ളവർക്ക് തന്നെ ഇപ്പൊ അസുഖമുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഏജിന് താഴെയാണ്. എന്റെ മോനാണ് 28 വയസ്സേ ഉള്ളൂ. പിന്നെ ഡോക്ടറോട് ഒരു സംശയം ചോദിച്ചോട്ടെ? വെള്ളം അധികം കുടിക്കുന്നില്ലെങ്കിലും വെയിറ്റ് കുറഞ്ഞു വരുന്നത് ഓരോ ദിവസവും. ഇപ്പൊ ഒരു ദിവസത്തെ ഡൈ വെയിറ്റ് കഴിഞ്ഞ് പിറ്റേ പ്രാവശ്യം ചെല്ലുമ്പോ ചിലപ്പോ അതിനേക്കാളും വെയിറ്റ് കുറവായിരിക്കും. അത് കുഴപ്പമുണ്ടാവോ? മറുപടി പറയുന്നതായി ഡോക്ടർ പ്രദീപ് വിആറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വേണ്ടത്ര ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കൊണ്ടായിരിക്കാം. അപ്പോൾ
ജോസഫ് തോമസിനോട് കുറച്ചുകൂടെ പ്രോട്ടീനൊക്കെയുള്ള ഭക്ഷണം കുറച്ചുകൂടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയുക. അത് വെയിറ്റ് കുറയുന്നത് ഒരിക്കലും നല്ലതല്ല. അതൊന്ന് ഇപ്പം പറയണം. മാഡം ആദ്യം ചോദിച്ച സംശയം, ഇപ്പം വയസ്സ് കുറവാണ്, അപ്പൊ എന്താണ് ചെയ്യാൻ പറ്റുമെന്നതിനുള്ള മറുപടി മിസ്റ്റർ വിപിൻ ജോർജ് നൽകുന്നതായിരിക്കും. ഇപ്പോൾ കറന്റ്ലി 45 ഇയേഴ്സ് ആൻഡ് അബവ് ഇങ്ങനെ ചില ഡിസീസ് ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അത് അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ താഴെയുള്ള ഏജ് ഗ്രൂപ്പ്സിന് വാക്സിനേഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്തിടാം. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് വിളിച്ച് ഈ കാര്യം അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് സംസാരിക്കുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു മിസ്റ്റർ ബിജു വർഗീസ്. താങ്കൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബിജു വർഗീസ്, മിസ്റ്റർ ബിജു വർഗീസ്. അല്ല, എനിക്ക് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഐ ജസ്റ്റ് റീജോയിൻ ബാക്ക് ആഫ്റ്റർ സം ടൈം. സർ ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. എപ്പോഴേ ഞാൻ കഴിയുമ്പോൾ വീണ്ടും. ഓക്കെ, താങ്കളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വിചാരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഇനി അടുത്തതായിട്ട് നീതു ആറിനെ ക്ഷണിക്കുകയാണ്. നീതു ആർ യു അവൈലബിൾ? ഹലോ. ഹലോ, നമസ്കാരം. ഹായ് നീതു. കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെയാണ് ഇപ്പൊ ഇതുവരെയായിട്ട് ചോദിച്ചത്. ഒന്ന് വാക്സിനേഷന്റെ കാര്യവും പിന്നെ വെള്ളത്തിന്റെ വെയിറ്റിന്റെ കാര്യവും. അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഹലോ. ഓക്കെ, സാങ്കേതിക തടസ്സം നേരിട്ടിരിക്കുകയാണ്. ഇനി അടുത്തതായി നജ ഫാത്തിമയെ ക്ഷണിക്കുന്നു. നജ ഫാത്തിമ, ഐ ഹോപ്പ് യു ക്യാൻ ഹിയർ. നജ ഫാത്തിമ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ സൂമിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഹലോ. ഹലോ. നമസ്കാരം. നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എങ്ങനെ പോകുന്നു ആരോഗ്യമൊക്കെ? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ഡോക്ടേഴ്സ് 3 പേര് ഇവിടെ ഉണ്ട്. എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ ഈ ഒരു വേദി നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തായിരുന്നു മാഡം? ക്ലിയർ ആയി? ഹലോ. ഹലോ, പറഞ്ഞോളൂ. വാക്സിനേഷന്റെ ഒക്കെ ആയിരുന്നു ഡൗട്ട് ഉള്ളത്. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി. ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, സാറിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നജ ഫാത്തിമയുടെ എന്തെങ്കിലും രോഗവിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? ഇല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് നജ ഫാത്തിമ. അടുത്തതായി വത്സല പോൾ അവരെ ക്ഷണിക്കുകയാണ്. കേൾക്കുന്നു? വത്സല പോൾ, ആർ യു ഹിയർ? Yes, I can hear you. ഹായ് മാം. നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. എന്താണ് മാഡത്തിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചോദിക്കാവുന്നതാണ്. I'm happy to see all the doctors here because it's difficult to meet them in the hospital. Hi, ma'am. Hi. I come to the first session and I finish my dialysis by 10 o'clock, and then maybe to see them I have to say another 2 years, 2 months, 2 years. And by the time I reach home, it will be really 3 o'clock. But starting from home here at 4 a.m. to reach back, it will be nearly 3. Something can be done for that, I'll be there. Then another thing is, മറ്റൊരു പ്രോബ്ലം തന്നെ, വെള്ളം കുടിക്കുന്ന കുറവാണെങ്കിൽ വെയിറ്റ് കൂടുന്നുണ്ട്. ഐ എം ഓൾറെഡി ഓൺ ദ ഒബീസ് സൈഡ്. അപ്പൊ ഈ വെയിറ്റ് കൂടുന്നത് എക്സ്പ്ലനേഷൻ ഇസ് ദേർ, ബട്ട് സ്റ്റിൽ കൂടുന്നതിന് എന്ത് ചെയ്യും? ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നതിനായി ഡോക്ടേഴ്സിനെ ക്ഷണിക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് ഡോക്ടർ സാരംഗ് വിജയൻ ടു പ്ലീസ് ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. നമ്മളൊരു ഡയാലിസിസിൽ നിന്ന് അടുത്ത ഡയാലിസിസിലേക്ക് വെയിറ്റ് എത്ര വരെ വെയിറ്റ് കൂടാം എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം 2 കിലോ അല്ലെങ്കിൽ 2.5 കിലോ ആണ് ഒരു ഡയാലിസിസിന് അടുത്ത ഡയാലിസിലേക്ക്. ആഴ്ചയിൽ 3 ഡയാലിസിസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ. എന്തുകൊണ്ട് ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ അടുത്ത ഡയാലിസിസിൽ ഇത്രയും ഫ്ലൂയിഡ് നമ്മൾ ഡയാലിസിസിൽ എടുത്ത് കളയേണ്ട ആവശ്യം വരും. അപ്പോൾ 3-4 ലിറ്റർ ഒക്കെ എടുത്ത് കളയുമ്പോൾ BP കുറയാനും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരാനും ഒക്കെ സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ഒരു വെയിറ്റ് 2 കിലോ അല്ലെങ്കിൽ 2.5 കിലോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ
മൂത്രം തീരെ ഇല്ലാത്ത രോഗികളോട് പറയാറുള്ളത് മാക്സിമം 3-4 ഗ്ലാസ് മാക്സിമം. അതായത് നമ്മൾക്ക് മൂത്രത്തിലൂടെ അല്ലാതെ വിയർപ്പിലൂടെയും ശ്വാസോച്ഛ്വാസത്തിലൂടെയും ഒക്കെ പോകുന്ന നഷ്ടപ്പെടുന്ന ദ്രാവകം അല്ലെങ്കിൽ ഫ്ലൂയിഡ് നമുക്ക് റീപ്ലേസ് ചെയ്യുന്നത് മാക്സിമം 3-4 ഗ്ലാസ് ആണ്. അതായത് 600 മുതൽ 800 ml വരെ. അതിൽ കൂടുതലുള്ള വെള്ളം എല്ലാം നമുക്ക് വെയിറ്റ് ഗെയിൻ ആയിട്ട് വരും. സോ ബാക്കി ന്യൂട്രീഷൻ കൊണ്ടുണ്ടാകുന്ന ഇമ്പ്രൂവ്മെന്റ് സ്ലോലി അത് കാലക്രമേണ വരുന്ന മാറ്റങ്ങളാണ്. ഒരു ഡയാലിസിസ് കഴിഞ്ഞ് അടുത്ത ഡയാലിസിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ എപ്പോഴും അത് ഫ്ലൂയിഡ് കൂടുതൽ ഉള്ളിലേക്ക് ചെല്ലുന്നതിൻ്റെ ലക്ഷണമാണ്. അത് പരമാവധി റെസ്ട്രിക്ട് ചെയ്യുക എന്നല്ലാതെ വേറെ മാർഗങ്ങൾ നമുക്കില്ല. പിന്നെ മൂത്രം കുറച്ചൊക്കെ കിഡ്നിയുടെ ഫംഗ്ഷൻ ഭാഗികമായെങ്കിലും ഉള്ളവർ, മൂത്രം ശരാശരി ഒരു 500 ml അല്ലെങ്കിൽ 750 ml കൂടുതലുള്ളവർ കുറച്ചും കൂടി ദ്രാവക രൂപത്തിലുള്ള കഴിക്കാനും സാധിക്കും. നമുക്ക് ഈ ചില മരുന്നുകൾ ലാസിക്സ് പോലുള്ള മരുന്നുകൾ ഹൈ ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വെയിറ്റ് ഗെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ മൂത്രം തീരെ ഇല്ലാത്ത രോഗികളിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ സാരി വിജയൻ. മാഡത്തിന്റെ ആൻസർ തൃപ്തികരമാണെന്ന് വിചാരിക്കുന്നു. ഇനി മോർ ഡൗട്ട്സ് മാം? ഡൗട്ട്സ് എന്ന് വെച്ചാല് വെള്ളം കൂടുതൽ കുടിക്കുന്നില്ല, മൂത്രം പോകുന്നുണ്ട്. ബട്ട് ഇത് ഫുഡ് കഴിച്ചിട്ടായിരിക്കാം, ഐ എം നോട്ട് ഷുവർ. ബട്ട് എന്താ ടോട്ടൽ റെസ്ട്രിക്ഷൻസിലൊന്നും പോയിട്ടില്ല. വാട്ട് ഐ ഷുഡ് ടേക്ക് ബിഫോർ അത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ബിഗസ്റ്റ് പ്രോബ്ലം ഫോർ മീ ഈസ് ഗെറ്റിംഗ് ലെഗ് ക്രാംസ്. അത് ഇപ്പോഴും ക്രാംസ് അടിയാൻ ഒരു കാര്യം വിളിച്ചോണ്ടിരിക്കുക. Ramsey, I am taking the Lapanet injection, but not helping me. ലെഗ് ക്രാംസ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് നമ്മൾ സാധാരണയിൽ കവിഞ്ഞ് ഫ്ലൂയിഡ് എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ഇല്ലാതെ തന്നെ ഫ്ലൂയിഡ് ഡയാലിസിന് എടുത്ത് കളയുമ്പോൾ, അല്ലെങ്കിൽ ഡയാലിസിന്റെ സമയത്ത് BP ഉണ്ടാകുന്ന വ്യത്യാസം, BP പെട്ടെന്ന് കുറഞ്ഞു പോകുമ്പോൾ, പെരിഫറൽ സർക്കുലേഷൻ അതായത് പുറത്ത് കാലിലേക്കോ കൈയിലേക്കോ ഒക്കെയുള്ള സർക്കുലേഷൻ, രക്തത്തിന്റെ ഓട്ടത്തിലുണ്ടാകുന്ന കുറവൊക്കെ വരുമ്പോഴാണ് ക്രാംസ് വരുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഓൾറെഡി ഉപയോഗിക്കുന്ന കാർണിറ്റിൻ എന്ന ഇഞ്ചക്ഷനാണ്. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് വൈറ്റമിൻ ഇന് മെഡിസിൻസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ നമുക്ക് സാധിക്കും. പിന്നെ മാൽന്യൂട്രീഷൻ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ നമ്മൾ ഭക്ഷണം എന്തായാലും മാഡത്തിൻ്റെ മാൽന്യൂട്രീഷൻ അല്ല എന്തായാലും. സോ വൈറ്റമിൻ ഇ ക്യാൻ ബി, നമുക്ക് അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാർണിറ്റിൻ ഇഞ്ചക്ഷൻസ് കണ്ടിന്യൂ ചെയ്യാം. Cramps problem is there for me since long time, even before I became the CKD teacher. So it may be something genetic problem I am there. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ്, അതായത് ഈ കാൽഷ്യത്തിന്റെ മാഗ്നീഷ്യത്തിന്റെ വ്യത്യാസങ്ങൾ കൊണ്ട് വരാം. School days I used to play a lot, and every day in the school as in the boarding house I used to get these cramps. So there is nothing new ആയിട്ട് തോന്നുന്നു, പക്ഷേ ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ടോന്ന് സംശയം. ഈ ഡയാലിസിസ് കുറച്ച് ഇലക്ട്രോലൈറ്റ്സിലുള്ള വ്യത്യാസങ്ങൾ, അതായത് കാൽഷ്യത്തിന്റെ അളവ് ഒരാൾ കുറഞ്ഞു പോകും, മാഗ്നീഷ്യത്തിന്റെ അളവ് കുറയും, പൊട്ടാസ്യം ചിലപ്പോൾ കുറഞ്ഞു പോകും. ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ്സിന്റെ വ്യത്യാസങ്ങൾ കാരണവും ക്രാംസ് പെട്ടെന്ന് മോശമാവും, അഗ്രവേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ഈ റീസെന്റ് ആയിട്ട് മോശമായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഇത്തരം ഈ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി കാണുകയാണെങ്കിൽ ആ ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാം. Thank you. Nice to meet all of you. Thank you so much, ma'am, for being with us. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചോദിക്കാം. ഐ ക്യാൻ ഫൈൻഡ് വൺ ഗാലക്സി J24. താങ്കളുടെ പേര് എന്താണെന്ന് ഇവിടെ കാണുന്നില്ല. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അല്ല മറ്റ് പേഷ്യൻസ് അല്ലാത്തവർക്ക്, കുടുംബാംഗങ്ങൾക്കോ മറ്റോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കാം. അത് ഗാലക്സി കാണുന്ന മിസ്റ്റർ ഗംഗാധരനാണ്. നമസ്കാരം സർ. നമസ്കാരം. ഓക്കെ, ഹലോ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. ഇതിപ്പോ മറുപടി പറഞ്ഞത് മിസ്റ്റർ ജോസ് ആണെന്ന് തോന്നുന്നു. അതെ അതെ, ഞാനായിരുന്നു. ഈ ഡയാലിസിസ് കഴിഞ്ഞാല് അന്നത്തെ ദിവസം അതിന്റെ പിറ്റേത്തെ ദിവസം ഭയങ്കര ക്ഷീണം സാറേ. താങ്കൾക്കുള്ള മറുപടി ഡോക്ടർ നൽകുന്നതായിരിക്കും. ഇപ്പൊ എത്ര ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ? 3 ചെയ്യുന്നുണ്ടല്ലേ. വെയിറ്റ് ഒരു 1 കിലോ 2 കിലോ അങ്ങനെ കൂടുന്നുള്ളൂ. 3-ാമത്തെ ദിവസം 2 കിലോ, 1.5 ചെയ്യുമ്പോ 1 കിലോ മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ. ഓക്കെ, അതെ. അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. അത് കുറച്ച് വേണമെങ്കിൽ വെയിറ്റ് ഒന്ന് കൂട്ടി നോക്കാം. ഇങ്ങനെ ഡയാലിസിസ് കഴിയുമ്പോൾ ഉള്ള വെയിറ്റ്. ഇപ്പൊ എത്ര വെയിറ്റിനാ പോകുന്നത്? ശ്വാസം മുട്ടല 56. 76. അടുത്ത പ്രാവശ്യം 76 ആക്കി നോക്കി. 56.
56 അരയാട്ടെ, 1/2 കിലോ കൂടുതൽ ആ ആ അങ്ങനെ ചെയ്യുന്നില്ലേ? 70 വയസ്സുണ്ട്. അത് കുഴപ്പമില്ല, വയസ്സൊന്നും പ്രോബ്ലം. നമ്മള് വാക്സിൻ ചെയ്യാന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലെ? ഇല്ലില്ല, നിങ്ങളൊക്കെ വാക്സിൻ എടുക്കേണ്ടത്. അതെ, അത് നിങ്ങൾക്കൊക്കെ ഈ കേരളത്തിൽ അസുഖം വന്നു കഴിഞ്ഞാൽ, കോവിഡ് വന്നാല് അപകട സാധ്യത കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾ വാക്സിൻ എടുക്കണം. അത് വേഗം തന്നെ അവിടെ തന്നെ ചെയ്യേണ്ട സംവിധാനം ആക്കി തരണം. ഇവിടുന്ന് ആക്കി തരും. ഓക്കെ. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ഗംഗാധരൻ. താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനി അങ്ങോട്ടേക്ക് തന്നെ ഈ ഒരു ഇതിൽ നിന്നും സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്തതായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ. ഇനി ഹോസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഏതാനും ചോദ്യങ്ങൾ ഡോക്ടേഴ്സിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ മുൻകാലത്തെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇപ്പം വൃക്കരോഗങ്ങൾ ഒരുപാട് കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് നിങ്ങൾ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ മനസ്സിലാക്കിയത്? ചോദ്യം ഡോക്ടർ പ്രദീപിനോടാണ്. ഡോക്ടർക്ക് അതിനുള്ള മറുപടി പറയാവുന്നതാണ്. വൃക്കരോഗം കൂടി വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണ് മിക്കവാറും. കാര്യം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇത് രണ്ടുമാണ് കിഡ്നി ഡിസീസിന്റെ ഒരു മോർ ദാൻ 60% കാരണമായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഏഷ്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലൊക്കെ ഡയബറ്റീസിന്റെ ഇൻസിഡൻസ് വളരെയധികം കൂടുന്നു. അപ്പോൾ അതാണ് ഒരു മെയിൻ റീസൺ ആയിട്ട് കാണുന്നത്. പിന്നെ അതുപോലെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, റീനൽ സ്റ്റോൺസ്, ഒബീസിറ്റി, ഇങ്ങനെയുള്ള എല്ലാം മോസ്റ്റ് ഓഫ് ദ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസസ്. പിന്നെ കുട്ടികളിലും ചെറിയ അഡൽട്ട്സ് കാണുന്ന ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളുണ്ടാവും. പക്ഷെ മേജർ പോർഷൻ ഇസ് ഡ്യൂ ടു ദ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇത് വളരെ ഏർലി സ്റ്റേജിൽ അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാം? ചോദ്യം ഡോക്ടർ സാരംഗ് വിജയനോടാണ്. എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും ഈ ഒരു വൃക്ക രോഗത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഇന്നത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈലിനെ സംബന്ധിച്ചിടത്തോളം? ഒന്നാമതായി വൃക്കരോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലുള്ള ആളുകൾ ആരൊക്കെയാണ്, അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയപ്പെടുന്നത് എന്തൊക്കെയാണ്? ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതലായി പ്രമേഹം ഉള്ള രോഗികൾ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ. അതുകൂടാതെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയാവുന്നത് പാരമ്പര്യമായി വൃക്കരോഗമുള്ള കുടുംബത്തിൽ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വൃക്കരോഗങ്ങൾ ഏർലി സ്റ്റേജിൽ വന്നവർക്ക് വൃക്കരോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്, അത്തരക്കാർ. പിന്നെ വേദന സംഹാരികൾ പോലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ നാട്ടുമരുന്നുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ, പിന്നെ വ്യായാമം കുറവ് അല്ലെങ്കിൽ ദുശീലങ്ങളായ പുകവലി, മദ്യപാനം ഇത്തരം കൂടുതലായുള്ളവർ, ഇവരൊക്കെയാണ് സാധാരണയായി വൃക്കരോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലുള്ളത്. ഇത്തരം രോഗികളിൽ ഈ വൃക്കരോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു ന്യൂനതയായി കണക്കാക്കുന്നത് ഈ അസുഖങ്ങൾ വരുമ്പോൾ ഏർലി സ്റ്റേജസിൽ ഈ പറയുന്ന പോലെ ലക്ഷണങ്ങൾ കാര്യമായി പുറത്തോട്ട് കാണണമെന്നില്ല, ശരീരത്തിൽ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള രോഗികളിൽ ഒരു നമ്മൾ റെഗുലറായി ഒരു ടെസ്റ്റുകൾ, ബേസിക് ആയിട്ടുള്ള കിഡ്നിയെ സംബന്ധിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്യുക. അതായത് ക്രിയാറ്റിനിൻ, യൂറിൻ റൂട്ടീൻ എക്സാമിനേഷൻ എന്ന് പറയുന്ന യൂറിൻ എക്സാമിനേഷൻ, പിന്നെ യൂറിനിലെ പ്രോട്ടീൻ്റെ അളവ് നോക്കുന്ന യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിൻ അല്ലെങ്കിൽ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേറൊരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖമാണ് വേറൊരു സ്റ്റോൺ ഡിസീസ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു അൾട്രാസൗണ്ട് സ്കാൻ. ഇതൊന്നും എല്ലാ രോഗികളും ചെയ്യണമെന്നല്ല, ഇത്തരം റിസ്ക് ഫാക്ടേഴ്സ് അല്ല. ഡയബറ്റീസ് ഒക്കെ 10 വർഷമോ 15 വർഷമോ ഉള്ള രോഗികൾ, അല്ലെങ്കിൽ അനിയന്ത്രിതമായ ഹൈപ്പർ ടെൻഷനുള്ള രോഗികൾ, രക്താതിസമ്മർദ്ദമുള്ള രോഗികൾ, ഇത്തരം രോഗികളിൽ ഒരു ഇയർലി അല്ലെങ്കിൽ 6 മന്ത്സിൽ ഒരിക്കൽ ഇത്തരം ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏർലി സ്റ്റേജസിൽ തന്നെ ഇത്തരം രോഗങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് ഡോക്ടർ സാരംഗ് വിജയൻ. ഇനി ആസ്ട്ര മിംസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാർച്ച് 11 മുതൽ ഇനി നെക്സ്റ്റ് 11 വരെ, അതായത് ഏപ്രിൽ 11 വരെ ഒരു ക്യാമ്പ് ഇവിടെ വെച്ച് സംഘടിപ്പിക്കുകയാണ്. അത് ഓട്ടോ ഡ്രൈവർമാർക്കുള്ള ക്യാമ്പ് ഇവിടെ വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ ഇപ്പം ഡ്രൈവിംഗിലായാലും എല്ലാ മേഖലയിലും പൊല്യൂഷൻസ് ഉണ്ട്. എന്നാൽ പോലും കൂടുതലായിട്ട് ഓട്ടോ ഡ്രൈവർമാരുടെ ഇടയിൽ അവർ കൂടുതൽ ഈ പുകയ്ക്കും മറ്റു പൊല്യൂഷനും അവരെ കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട് എന്നൊരു സർവേയിൽ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ളൊരു സൗജന്യ ക്യാമ്പ് ആസ്ട്ര മിംസ് സംഘടിപ്പിക്കുന്നത്. സോ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, എന്താണ് ആ ഒരു ക്യാമ്പിന്റെ ഉദ്ദേശം, മാത്രമല്ല അതെന്തൊക്കെയാണ് ആ ഒരു ക്യാമ്പിൽ നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതിനായിട്ട് ഡോക്ടർ ബിജോയ് ആന്റണിയെ ക്ഷണിക്കുകയാണ്. ആ ക്യാമ്പിന്റെ ഒരു ബ്രീഫിംഗ് ഇപ്പൊ ഫേസ്ബുക്ക് ലൈവിലൂടെ നിരവധി പേര് കാണുന്നുണ്ട്, അവർക്കുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിൽ. ഇപ്പൊ പറഞ്ഞില്ല, വൃക്കരോഗങ്ങൾ
വർദ്ധിച്ചു വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസ്. പിന്നെ ഇപ്പോൾ കാണുന്ന വേറൊരു കാര്യം, നമ്മൾ ഈ സിറ്റികളിൽ താമസിക്കുന്നവരും ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരും തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ സിറ്റീസിൽ ജീവിക്കുന്നവർക്ക് കിഡ്നി ഡിസീസിന്റെ ഇൻസിഡൻസ് കൂടുതലാണ്. അവർക്ക് കൂടുതൽ പേർക്ക് കിഡ്നി രോഗങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം അന്തരീക്ഷ മലിനീകരണമാണ്. അന്തരീക്ഷ മലിനീകരണം മൂലം ഒരുപാട് നമ്മൾ ഈ വണ്ടിയിൽ നിന്നുള്ള ഈ പുക, അതിനകത്ത് ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. നേരത്തെയൊക്കെ ലെഡൊക്കെ ഉണ്ടായിരുന്നു. ഈ ലെഡൊക്കെ കിഡ്നി ഡിസീസ് ഉണ്ടാക്കുമെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അങ്ങനെയുള്ള പല പല സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അന്നേരം ഈ പുകയടിക്കുമ്പോൾ അത് നമ്മുടെ വായിൽ കൂടെ നമ്മുടെ ലങ്സിൽ വന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നു. പിന്നെ കുറേയൊക്കെ നമ്മുടെ സ്കിന്നിൽ കൂടെയും വരും. നമ്മുടെ ദേഹത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ അത് ദേഹത്തേക്ക് വലിഞ്ഞു പോകും. അങ്ങനെ ഇതെല്ലാം കൊണ്ടിട്ട് അവരുടെ കിഡ്നിക്ക് രോഗം വരാം. ഇത് കൂടാതെ വേറെ പല രോഗങ്ങളുണ്ട്. ശ്വാസകോശത്തിന്റെ അസുഖങ്ങളും അങ്ങനത്തെ ഇതെല്ലാം കൂടുതലായിട്ട് വരും ഈ അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഭാഗമായിട്ട്. അന്നേരം ഈ ഓട്ടോ ഡ്രൈവർമാർക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് കൂടുതൽ പേരും ഓട്ടോ ഡ്രൈവേഴ്സ് എപ്പോഴും കൂടുതൽ ആളുള്ള സ്ഥലത്തായിരിക്കുമല്ലോ, അവർ റോഡിന് അരികിലായിരിക്കും അവർ നിൽക്കുന്നത്. പിന്നെ അവരുടെ വണ്ടി കുറേ ചെറുതായതുകൊണ്ട് ഈ മറ്റ് വലിയ വാഹനങ്ങളുടെ ഒക്കെ എക്സോസ്റ്റ് പൈപ്പ് ഇവരുടെ നേരെ വരുന്നത്. അതൊക്കെ കൊണ്ട് ഓട്ടോയിൽ ജോലി ചെയ്യുന്ന അവർക്ക് ഈ ഇതുകൊണ്ടുള്ള ഈ വണ്ടിയുടെ പുകയൊക്കെ കൊണ്ടുള്ള ഇത് കൂടുതലായിട്ട് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഉള്ള ഒരു എന്നാ പറയുന്നത്, കണ്ണൂരിലുള്ള ഓട്ടോ ഡ്രൈവർമാരിൽ നമുക്ക് ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ആശ്രമിംസിൽ തീരുമാനിച്ചത്. ഏതൊക്കെ തരത്തിലുള്ള ടെസ്റ്റാണ് ആ ഒരു ക്യാമ്പിൽ നൽകുന്നത്? അതെ, നമ്മൾ സാധാരണ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ടെസ്റ്റും ഒരാൾക്ക് എല്ലാവരെയും പിടിച്ച് ചെയ്യാൻ പറ്റിയല്ല. അന്നേരം ഇതിന് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് അവരുടെ ഹീമോഗ്ലോബിൻ, പിന്നെ ബ്ലഡ് ഷുഗർ, ക്രിയാറ്റിനിൻ കിഡ്നിയുടെ പ്രവർത്തനം അറിയുന്നതിനുള്ള ടെസ്റ്റ്, പിന്നെ യൂറിൻ റുട്ടീൻ. യൂറിൻ നോക്കുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടോ, അങ്ങനെ RBC അങ്ങനത്തെ ഫൈൻഡിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി സംശയകരമായിട്ട് എന്തെങ്കിലും കാണുവാണെങ്കിൽ അവർക്ക് ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്യും. സാധാരണ നമ്മൾ സ്ക്രീനിങ് ചെയ്യാനായിട്ട് ഈ 4 ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. ബ്ലഡ് ഷുഗർ, ക്രിയാറ്റിനിൻ, ഹീമോഗ്ലോബിൻ, യൂറിൻ റുട്ടീൻ, അത്രയും സാധനങ്ങൾ ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ ബിജോയ് ആന്റണി. ഇനി ഈ വരുന്ന ഇന്ന് മുതൽ മാർച്ച് 11 മുതൽ ഏപ്രിൽ 11 വരെ ഓട്ടോ ഡ്രൈവർമാർക്കായിട്ടുള്ള ഒരു പ്രത്യേക ക്യാമ്പാണ് ആസ്ട്രമിംസിൽ വെച്ച് നൽകുന്നത്. തീർച്ചയായും സൗജന്യമായിട്ടുള്ള ഒരു ക്യാമ്പാണ്. നിങ്ങൾക്ക് കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ക്യാമ്പായിരിക്കും. അത് 1 മാസക്കാലമുണ്ട്. എല്ലാവരും ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനി അടുത്തതായി ഈ ഒരു പരിപാടിയിൽ ഒഫീഷ്യലി നന്ദി രേഖപ്പെടുത്തുന്നതിനായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഡയാലിസിസ് ടെക്നീഷ്യൻ മിസ്റ്റർ ഷമീൽ. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. വോട്ട് ഓഫ് താങ്ക്സ്. നമസ്കാരം. ഈ പരിപാടി അധ്യക്ഷൻ ഡോക്ടർ ബിജോയ് ആന്റണി, സ്വാഗത ഭാഷകൻ മിസ്റ്റർ ബിബിൻ ജോൺ, ആശംസ അർപ്പിച്ച് സംസാരിച്ച ഡോക്ടർ പ്രദീപിയ, ഡോക്ടർ സാരം വിജയൻ, അതുപോലെ ആസ്ട്രമിംസിൽ ചികിത്സയിൽ കിടക്കുന്ന എല്ലാവരും. ഈ ലോക വികൃതി ദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിൽ സംഗമം നടത്തിയതിന്റെ ഉദ്ദേശം ഇന്ന് ചികിത്സയുള്ള രോഗികൾക്ക് മനോധൈര്യം നൽകുകയും അതുപോലെ നമ്മുടെ ഡോക്ടേഴ്സ് അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം അവർക്ക് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഞങ്ങളുടെ 3 നെഫ്രോളജിസ്റ്റിനും മിസ്റ്റർ വിവിഞ്ചർ, അതുപോലെ എല്ലാ ഞങ്ങളുടെ പ്രദീപ് സാർ പറഞ്ഞ പേഷ്യൻസ് എന്നല്ല, ഞങ്ങളുടെ കുടുംബാംഗം പോലെ തന്നെയാണ് അവരെല്ലാവരും. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു മിസ്റ്റർ ഷഫീൽ. ഡയാലിസിസ് ടെക്നീഷ്യൻ അദ്ദേഹത്തെ നന്ദി രേഖപ്പെടുത്തുകയാണ്.